ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ്, മുരിങ്ങാക്കായ വെച്ചുള്ള കറി. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. ഇത് തോലൊക്കെ ചീകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. നമുക്കാദ്യം ഒരു കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ, പച്ചമുളക്, തക്കാളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വെന്ത് കിട്ടാൻ വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് മുരിങ്ങക്കായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും മുരിങ്ങാക്കായ വെന്തിട്ടുണ്ടാവും. നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചു വയ്ക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് വെള്ളം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുരിങ്ങാക്കായൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി എല്ലാ ഭാഗത്തും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചു വയ്ക്കാം. നമുക്കിനി കറിയിലേക്ക് വറവിട്ട് വയ്ക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. ഇനി കടുക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പം കടുക് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള മുരിങ്ങാക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്.